നേന്ത്രപ്പഴവും അവലും ഉപയോഗിച്ചിട്ട് ഹെൽത്തി ആയിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ? വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകിൽ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഞാനിവിടെ 2 കപ്പ് അവൽ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മട്ട അവലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുള്ള പഴം അതിന് തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഫൈൻ പേസ്റ്റ് ഒന്നും ആക്കി എടുക്കേണ്ട, മിക്സിയിലൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് ചൂടാറ്റാൻ വെച്ചിട്ടുള്ള അവൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ടായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ അവൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പഴത്തിൻ്റെയും അതുപോലെ തേങ്ങയിൽ നിന്നുള്ള നനവ് കൊണ്ട് തന്നെ ഇതെല്ലാം നന്നായിട്ട് കുതിർന്നൊക്കെ വന്നോളും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അവൽ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫൈനായിട്ടുള്ള ഒരു സ്നാക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് 1/4 കപ്പ് ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ഏലക്ക പൊടിച്ചത് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ എടുത്തിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് ശർക്കരയുടെ അളവിലൊക്കെ വ്യത്യാസം വരാട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാരയായാലും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ കുറച്ചുകൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അവലൊക്കെ നന്നായിട്ട് കുതിർന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി ഒന്ന് എടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ആക്കിയെടുക്കാം കേട്ടോ. റൗണ്ട് വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ സ്ക്വയറോ ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്ക് ഇതേപോലെ തന്നെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കുട്ടികൾക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് എണ്ണയിലിട്ട് വറുത്തിട്ടായാലും കൊടുക്കാം. പക്ഷേ ഇങ്ങനെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ കഴിച്ചാൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ അവലും പഴവും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലൊരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.